ഹായ്, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. നമസ്കാരം, നമസ്കാരം. ഒരു മിനിറ്റ്. നമസ്കാരം. കുറെ ആയില്ലേ കണ്ടിട്ട്. ആ ആ അസുഖങ്ങളൊക്കെ ആയിരുന്നു, കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ആയിരുന്നു. പനി, എല്ലാവർക്കും പനിയാണ്. ആയിരുന്നല്ലോ, ഞങ്ങൾക്ക് പനി, എല്ലാവർക്കും പനി പിടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ക്ലാസ് ഒക്കെ കുറെ പോയിട്ടുണ്ട്. ദിവസങ്ങളുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. നമ്മള് ലാസ്റ്റ് നിർത്തിയത് വാർത്താവിനിമയ സേവനങ്ങൾ വരെയല്ലേ? അത് വെച്ചല്ലേ നമ്മൾ നിർത്തിയത്. അതെ അതെ അതെ. ഉം. അപ്പൊ അതിന്റെ വാർത്താവിനിമയം നമ്മൾ വോയിസ് മെയിൽ വരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നോക്കാം. അപ്പൊ പേജ് നമ്പർ 74 നമുക്ക് നോക്കാം കേട്ടോ. പേജ് നമ്പർ 74. അതില് വാക്കാലുള്ള വാർത്താവിനിമയത്തിന്റെ അർത്ഥം വിവരിക്കുക പറഞ്ഞിട്ടുണ്ട്. വാക്കാലുള്ള വാർത്താവിനിമയത്തിന്റെ അർത്ഥം വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വാക്കുകളുടെ സഹായത്താൽ നടത്തുന്ന വാർത്താവിനിമയം. വാക്കാലുള്ള വാർത്താവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാക്കുകളുടെ സഹായത്തോടെ കൂടി നടത്തുന്ന വാർത്താവിനിമയമാണ് വാക്കാലുള്ള വാർത്താവിനിമയം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ വാക്കുകളുടെ സഹായത്താൽ നടത്തുന്ന വാർത്താവിനിമയത്തെ വാക്കാലുള്ള വാർത്താവിനിമയം എന്ന് പറയുന്നു. ഇത് സംസാരത്തിലൂടെ വാക്കുകൾ ഉപയോഗിച്ച് നടത്തപ്പെടുന്നു. നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ വാക്കാലുള്ള ഒരു വാർത്താവിനിമയമാണ്. അല്ല, നമ്മുടെ ഫോണിൽ കൂടെ സംസാരിക്കുന്നതായാലും ഫോണിൽ കൂടെ വോയിസ് ഇടുന്നത്, അതൊക്കെ എന്താണ്? വാക്കുകൾ കൂടെ വാക്കാലുള്ള വാർത്താവിനിമയമാണ്. നേരിട്ട് സംസാരിച്ച് നമ്മൾ സന്ദേശങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അത് വാക്കാലുള്ള വാർത്താവിനിമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷ, നമ്മള് നമ്മുടെ സംസാരം അവിടെ ഇൻവോൾവ് ആകുമ്പോഴാണ് അതൊരു വാക്കാലുള്ള വാർത്താവിനിമയം ആയിട്ട് മാറുന്നത്. ഇനി വ്യാപാരത്തില് വാർത്താവിനിമയത്തിന്റെ പ്രാധാന്യം നൽകുന്ന 4 വസ്തുതകള് ചോദിച്ചിട്ടുണ്ട്. വ്യാപാരത്തില് വാർത്താവിനിമയത്തിന്റെ പ്രാധാന്യം എന്താണ്? കച്ചവടത്തിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അതില് വാർത്താവിനിമയത്തിനുള്ള ഒരു ഇമ്പോർട്ടന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കച്ചവടത്തെ സംബന്ധിച്ച്, ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവിടെ വാർത്താവിനിമയത്തിന് ഒത്തിരി പ്രാധാന്യം ഉണ്ട് അല്ലെ? ഇന്നത്തെ കാലത്ത് അത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം കൂടി ആണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പറയുന്നത് വ്യാപാരത്തിന്റെ, സോറി വിട്ടിട്ടാ. അത് എന്റെ ഒരു എലക്ഷൻ കാൻഡിഡേറ്റ് കാണാൻ വന്നതായിരുന്നു. എലക്ഷനൊക്കെ അല്ലേ, അപ്പൊ അവർക്ക് രാത്രിയും പകലൊന്നുമില്ലല്ലോ, വോട്ട് ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനിവിടെ പകലുണ്ടാവാറില്ല, ബാക്കി എല്ലാവരെയും കണ്ടിരുന്നു. അപ്പൊ ഞാൻ പകലില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് കിട്ടുള്ളൂ. എന്റെ ഓക്കെ. ഇരുട്ട് വന്ന് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കേട്ടാ. ഇപ്പൊ അതിന്റെ തിരക്കുകളാണ്. അതെ അതെ, അവരിപ്പൊ കയറി വന്ന സമയമാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി ഞാനിവിടെ ഉണ്ടാവാറില്ല, ബാക്കി എല്ലാവരുടെ കണ്ടു പോയതാണ്. അപ്പൊ സ്ഥാനാർത്ഥി പ്രത്യേകമായിട്ട് എന്നെ പരിഗണിച്ച് വന്നതാണ് ഈ സമയത്ത്. ഞാൻ ഓക്കെ. 6 o'clock ഒക്കെ കഴിയും, അല്ലെങ്കിൽ 5:30 ഒക്കെ കഴിയുമ്പോഴൊക്കെ ഇവിടെ എത്താറ്. അപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ വ്യാപാരത്തില് നമ്മുടെ വാർത്താവിനിമയത്തിലുള്ള പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഡിപ്പാർട്ട്മെന്റുകളെയും തൊഴിലാളികളെയും ഏകോപിപ്പിക്കാനും തൊഴിലാളികളെ പ്രചോദിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നു. എന്താണ്? ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അല്ലെ? ഇപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസിൽ എന്തുണ്ടാകും? ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ഏതൊരു മേഖലയിലാണെങ്കിലും എന്തുണ്ട്? ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അല്ലെ? ആ വാട്സപ്പ് ഗ്രൂപ്പില് അതിലുള്ള എല്ലാ
അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ഏറ്റവും ഹൈ ലെവൽ തുടങ്ങി അവിടുത്തെ എല്ലാ സ്റ്റാഫുകളെയും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും അത് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ അവിടുത്തെ മറ്റു ഹെഡുകൾക്ക് മാത്രമുള്ള ഗ്രൂപ്പുകൾ വേറെയുണ്ട്. എങ്കിൽ പോലും താഴെ തട്ടിലുള്ളവർ വരെ ആ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അറിയണം, അതല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പൊ അത്തരത്തില് ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഡിപ്പാർട്ട്മെന്റുകളെയും തൊഴിലാളികളെയും ഏകോപിപ്പിക്കാനും തൊഴിലാളികളെ പ്രചോദിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു. ടാർഗറ്റ് ബേസ്ഡ് ജോലി ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഫിനാൻസ് പോലെയുള്ള കമ്പനികളിലെ ടാർഗറ്റ് ബേസ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഫിനാൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഒരു ഗ്രൂപ്പില് അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവർക്കൊരു മാസം ഇത്ര ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഓരോ വ്യക്തികളും ഓരോ ടീമും ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഓരോ ടാർഗറ്റ് ഇത്ര ലാക്സ് അല്ലെങ്കിൽ ഇത്ര ഒരു 30 ലക്ഷം ആണ് നിങ്ങളുടെ ഈ മാസത്തെ ടാർഗറ്റ്. അത് നിങ്ങൾ അച്ചീവ് ചെയ്യണം. അത്രയും ഒരു കസ്റ്റമറിന് അത്രയും ഒരു എമൗണ്ടിനുള്ള ഒരു കസ്റ്റമറിന് നിങ്ങൾ ഈ ഒരു ഫിനാൻസ് മേഖലകളിൽ ഈ ഒരു അവരുടെ ഫേമിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. അവരെ കൺവിൻസ് ചെയ്ത് കസ്റ്റമറെ നമ്മൾ അത്രയും പറഞ്ഞ് സംസാരിപ്പിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുവാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അതിനുള്ള ടാർഗറ്റ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരിലെ മേലുദ്യോഗസ്ഥന് ഓരോ വ്യക്തികൾക്കുമുള്ള ടാർഗറ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ലീഡ്സ് കൊടുക്കും. നിങ്ങൾ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണം. ഇപ്പൊ അവരുടെ കയ്യിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടുത്തെ എംപ്ലോയി എങ്കിൽ എന്റെ കയ്യിൽ 30 ലക്ഷം എനിക്ക് ഈ മാസം അച്ചീവ് ചെയ്യണം. പക്ഷെ എനിക്കൊരു വഴിയില്ല. ഞാൻ ആരെക്കൊണ്ട് അച്ചീവ് ചെയ്യിപ്പിക്കും? എനിക്ക് യാതൊരു വഴിയില്ല. ആ ഒരു അവസ്ഥയിൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടാകും. ആ കോണ്ടാക്ട്സ് കൂടാണ്ട് നമുക്ക് ഇനിയും കോണ്ടാക്ട്സ് വേണം. 30 ലക്ഷം ഒക്കെ നമ്മൾ ഒരു മാസം ആ കമ്പനിക്ക് ഒരു വ്യക്തി നേടി കൊടുക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ കമ്പനി നമുക്കൊരു ലീഡ്സ് തരും. ലീഡ്സ് എന്ന് പറഞ്ഞാല് കുറച്ച് കസ്റ്റമേഴ്സിന്റെ പേര് തരും. കസ്റ്റമേഴ്സ് അല്ല, കുറച്ച് ആളുകളുടെ പേര് തരും. ആ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് നമ്മുടെ ഫേംസിനെ പറ്റിയുള്ള എല്ലാ തരത്തിലുള്ള അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഫേംസിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നമ്മുടെ മാക്സിമം എഫേർട്ട് ആ ഒരു കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് അവരെ കൺവീൻസ് ചെയ്യിപ്പിച്ച് അവരെ ഓക്കെ ആക്കിപ്പിച്ചിട്ട് അവരെ കൊണ്ട് നമ്മുടെ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിപ്പിക്കണം. അതാണ് എന്ത് പറയുന്നത് അതാണ് ഫിനാൻസ് മേഖലയിൽ നടക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മള് മാസം അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? ആ 30 ലക്ഷം അച്ചീവ് ചെയ്ത ആൾക്കാരുടെ പേര് പിന്നെയും ആ ഗ്രൂപ്പിലോട്ട് വരെയാണ്. ഇത്ര 30 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഒരു 10 പേര് 30 ലക്ഷം ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പൊ അവർക്ക് എന്തുണ്ടാകും? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സ് ആ കമ്പനി കൊടുക്കുകയാണ്. അപ്പൊ ഈ 10 പേർക്കും അതൊരു പ്രോത്സാഹനമായിട്ട് മാറുകയാണ്. 10 പേർക്ക് പ്രോത്സാഹനമായി മാറുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും എന്താണ്? ഒരു പ്രചോദനമാണ്. കാരണം എന്താണ്? അവരത്രയും വർക്ക് ചെയ്ത് അവർക്ക് ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് സാലറി പ്ലസ് ബാക്കി അലവൻസുകൾ കിട്ടി. അപ്പൊ നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം തൊഴിലാളികൾക്ക് കിട്ടുകയാണ്. അപ്പൊ അതുപോലുള്ള ഒരു വാർത്താവിനിമയം ഇങ്ങനെയുള്ള ഒരു വാർത്താവിനിമയം ഉപാധികളുള്ള സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും മൊത്തത്തിലൊരു കമ്പനിയെ തന്നെ നമുക്ക് മാനേജ് ചെയ്യുവാനായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഒത്തിരി ഉപകാരം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ഥാപനവും പുറമേയുള്ള അതിന്റെ വിതരണക്കാരും ഇടപാടുകാരും തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നു. എന്താണ് പിന്നെ സ്ഥാപനവും പുറമേയുള്ള അതിന്റെ വിതരണക്കാരും ഇടപാടുകാരും തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നു. നമുക്കിപ്പോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികൾ ഉണ്ടെങ്കിൽ ഇമെയില്, ഫാക്സ്, അതുപോലെ തന്നെ വാട്സപ്പ്. ഇപ്പൊ മാക്സിമം എല്ലാവരും വാട്സപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? മെയിൽ യൂസ് ചെയ്യുന്നത്. മെയിൽ ചെയ്യാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം. നമ്മുടെ ഫോണിൽ ഈവൻ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിച്ച് പിടിച്ചു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മറ്റു ഫാക്സ് അതൊന്നും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സന്തത സഹചാരി പോലെ കൊണ്ടുനടക്കുന്ന സാധനമാണ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം മൊബൈൽ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വാട്സപ്പ് പോലെ അല്ലെങ്കിൽ മെയിൽ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഫോണുകളിൽ എപ്പോഴും ആക്സസ് ആയ കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഫോണിൽ നമ്മൾക്ക് ഒപ്പം കൊണ്ടുനടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് പുറമെയുള്ള അതിന്റെ വിതരണക്കാരും ഇടപാടുകാരും തമ്മിലുള്ള പ്രധാന കണ്ണിയായിട്ട് ഇത് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങള് പുറമെയുള്ള നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ അറിയിക്കണമെങ്കിൽ നമുക്ക് അവർക്ക് മെയിൽ ചെയ്യാം, അവരെ കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ ബിസി ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലവർക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം, മെയിൽ ചെയ്ത് അവർക്ക് നമ്മുടെ വിവരങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. ഇനി ഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വോയിസ് മെയിൽ വിടാം. ഇതൊക്കെ എന്താണ് ഇപ്പോൾ നിലവില് നമുക്ക് ഉള്ള സൗകര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ്, പുതിയ കണ്ടുപിടുത്തങ്ങളെയും പുതിയ സമ്പ്രദായങ്ങളെയും പറ്റിയും പുതിയ ജനങ്ങളെ കുറിച്ചും വരാൻ ആളുകളെ സഹായിക്കുന്നു. മൊബൈൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൊബൈലും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അല്ലെ, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമ്മൾക്ക് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി വീടുകളിലായിട്ട് കിച്ചണുമായി ബന്ധപ്പെട്ട ഒത്തിരി ഉപകരണങ്ങൾ, നമുക്ക് പണികളൊക്കെ ലഘൂകരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റി അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും നമുക്ക് കിച്ചണിന് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാനേട്ടാ, അതിനൊക്കെ സഹായിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ, കുറെ ഉപകരണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, പുതിയ സമ്പ്രദായങ്ങളെ പറ്റി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കല്യാണം, ഒരു വിവാഹങ്ങളൊക്കെ പണ്ടത്തെ സിസ്റ്റത്തിൽ നിന്നൊക്കെ വളരെയധികം മാറി ഒരു വളരെ വിപുലീകരിച്ച് നടത്തുന്ന ഒരു കൾച്ചറിലോട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡിനൊപ്പം തന്നെ നീങ്ങാനായിട്ട് സമൂഹം എപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ മൊത്തത്തിൽ വ്യാപിക്കണം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് അല്ലെ. ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നു, ഒരാൾ കാണുന്ന കാര്യങ്ങൾ അതേപോലെ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവരതിന് അതെന്താണ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആ സമ്പ്രദായങ്ങളാണെങ്കിലും കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വഴിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കിച്ചണിലെ കാര്യങ്ങൾ, ഹോം അപ്ലയൻസിനെ പറ്റി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമുക്ക് അതല്ലാത്ത ഒത്തിരി ഇന്റർനാഷണൽ നാഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പെട്ടെന്നൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈകളുടെ ഇപ്പൊ ISRO ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സമയം ഓൺ ദ ടൈം നമുക്ക് ലൈവായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നാണെങ്കിലും നമുക്ക് കാണാനുള്ള സൗകര്യം നമുക്കിപ്പോൾ നമ്മുടെ വാർത്താവിനിമയവും ഇന്റർനെറ്റും വഴിയൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലെ. ISRO അവിടെ കിടക്കുന്ന ശ്രീഹരിക്കോട്ടെ അവിടെ കിടക്കുന്ന അവിടെ നിന്ന് അവര് വിക്ഷേപിക്കുന്ന എല്ലാ ഉപഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനുള്ളൊരു സൗകര്യം നമുക്ക് വാർത്താവിനിമയോപാധി വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, എഴുതിയ സന്ദേശം അയക്കുന്നതിന് നാം കത്തുകൾ ഉപയോഗിക്കുന്നു. ടെലിഫോൺ വഴി മറ്റുള്ളവരുമായി സംസാരിക്കുന്നു, ടെലഗ്രാം അയക്കുന്നു, കമ്പ്യൂട്ടർ, ഫാക്സ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങൾ സന്ദേശം അയക്കുന്നതിന് നാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വ്യാപാരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും തൊഴിലാളികളെ പ്രചോദിപ്പിക്കാനും സാധിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങളെ പറ്റി അറിയാൻ സാധിക്കുന്നു, പുതിയ സമ്പ്രദായങ്ങളെ പറ്റി അറിയാൻ സാധിക്കുന്നു, സ്ഥാപനവും അതിന്റെ വിതരണക്കാരും പുറമെയുള്ള കസ്റ്റമേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ട് വാർത്താവിനിമയോപാധികൾ നമ്മളെ സഹായിക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റുകൾ. പിന്നെ മറ്റേ പറഞ്ഞ പോയിന്റ് സബ് പോയിന്റ് ആയിട്ട് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കറിയാം, കത്തുകൾ വഴി നമുക്ക് എഴുതിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കത്തുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെലിഫോൺ, ടെലിഗ്രാം, ഫാക്സ് മെഷീൻ, അതൊക്കെ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്, ശാബ്ദിക വാർത്താവിനിമയത്തിൽ ഏറ്റവും വ്യാപകമായുള്ള ടെലിഫോൺ ആകുന്നു. നിങ്ങൾ യോജിക്കുമോ? കാരണം കണ്ടെത്താമോ? കാരണം വ്യക്തമാക്കുക. ഇതൊക്കെ 3 മാർക്കിനും 4 മാർക്കിനും ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇങ്ങനെ വിശദമാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയാണ് 4 മാർക്ക് 3 മാർക്കിന്റെ ഒക്കെയാണ് ആ ഒരു പാറ്റേണിൽ നമുക്ക് കാണുന്നത്. 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി പേപ്പറിൽ ഉണ്ടാകുന്നത്. ബാക്കിയുള്ളതെല്ലാം അധികം ഉണ്ടാവില്ല. വിശദമാക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ് കാണുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്
നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് 4 ഓപ്ഷൻ വന്നിട്ട് അത് ഇത് തെരഞ്ഞെടുത്ത് കറക്റ്റ് ആൻസർ തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ശരിയോ തെറ്റോ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാകും. അങ്ങനെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മോസ്റ്റ് ഓഫ് കയറി വരുന്നത്. ഇതൊക്കെ 1 മാർക്ക് ഉള്ളൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് കൂടുതലുള്ളത്. പക്ഷെ ഇത് അധികം വരുന്നില്ല. നമുക്ക് റിസ്ക് ഇല്ല അതുകൊണ്ട് കേട്ടാ. നെക്സ്റ്റ്, ശാബ്ദിക വാർത്താവിനിമയത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ളത് ടെലിഫോൺ ആകുന്നു. നിങ്ങൾ യോജിക്കാമോ? കാരണം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാബ്ദിക വാർത്താവിനിമയം എന്നാണ് സംസാരത്തിലുള്ള വാർത്താവിനിമയം. സംസാരത്തിലുള്ള ശബ്ദം കൊണ്ടുള്ള വാർത്താവിനിമയം എന്നാൽ ശാബ്ദിക വാർത്താവിനിമയത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ളത് ടെലിഫോണാണ്. കാരണം വളരെ വേഗത്തിലുള്ള സന്ദേശ കൈമാറ്റത്തിന് സഹായിക്കുന്നതിനാലാണ് ടെലിഫോൺ കൂടുതലായും ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് ഇപ്പൊ തന്നെ ഇവൻ നമുക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു അറ്റാക്ക് നമുക്ക് വന്നു, ഒരു ആക്സിഡന്റ് വന്നു, ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിലും ഒരു പോലീസിനെ വിളിക്കണമെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എമർജൻസി നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണണം, അർജന്റായിട്ട് കാണേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് കത്തയക്കുന്നതിനേക്കാളും ഒരു ഇമെയിൽ അയക്കുന്നതിനേക്കാളും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് എന്താണ്? ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാ, കാര്യം പറയാ, നമുക്ക് നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കാൻ പറ്റിയ ഒരു വാർത്താവിനിമയോപാധിയാണ് ശാബ്ദിക വാർത്താ വിനിമയം എന്ന് പറയുന്നത്. അപ്പൊ ടെലിഫോൺ ശാബ്ദിക വിനിമയത്തിൽ ഏറ്റവും വ്യാപകമായ ടെലിഫോൺ തന്നെയാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ സന്ദേശങ്ങൾ കൈമാറുവാനായിട്ട് സഹായിക്കുന്നതിനാലാണ് ശാബ്ദിക വാർത്താവിനിമയത്തിൽ ഏറ്റവും കൂടുതൽ ടെലിഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈവൻ നമ്മളിപ്പോ വാട്സപ്പിന് മെസ്സേജ് അയച്ചാൽ പോലും ആ വ്യക്തി നെറ്റ് ഓണാക്കി വാട്സപ്പ് ഓണാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ വ്യക്തിക്ക് ആ വാട്സപ്പിൽ സന്ദേശം എത്തുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. സ്പോട്ടില് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ, റേഞ്ചോ മറ്റു കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കോള് ആ വ്യക്തിക്ക് ലഭിക്കുകയും അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് എന്താണ് കാര്യങ്ങൾ സംസാരിക്കാനും വാർത്താവിനിമയം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ശബ്ദിക വാർത്താവിനിമയത്തില് ടെലിഫോൺ തന്നെയാണ് മുൻപന്തിയില് ഏറ്റവും എളുപ്പത്തില് സന്ദേശ കൈമാറ്റത്തിൽ സഹായിക്കുന്നതിനാണ് ടെലിഫോണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വാക്കാലുള്ളതും വാക്കാലല്ലാത്തതുമായ വാർത്താവിനിമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏവാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ച് സംസാരിക്കുന്നവ വാക്കാലുള്ള വാർത്താവിനിമയവും, അതായത് വാക്കുകൾ കൊണ്ടുള്ള വാർത്താവിനിമയം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രസംഗങ്ങള്, പൊതുയോഗങ്ങള്, ഗ്രൂപ്പ് ചർച്ചകള്, കോൺഫറൻസുകള്, ഇതെല്ലാം ടെലിഫോൺ സംസാരം, റേഡിയോ സന്ദേശം എന്നിങ്ങനെ പല രൂപങ്ങളിലാവാം. എന്താണ് സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ ശാബ്ദികമായ ശബ്ദങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വാക്കാലുള്ള വാർത്താവിനിമയം അല്ലെങ്കിൽ ശാബ്ദിക വാർത്താവിനിമയം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആകാം? അത് പ്രസംഗങ്ങളിലൂടെ ആകാം. നമ്മുടെ ആശയങ്ങള് മറ്റൊരു ഗ്രൂപ്പിലോട്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മുൻപിൽ നിന്നിട്ട്, ഒരു പൊതു സമൂഹത്തിന് മുൻപിൽ നിന്ന് നമുക്ക് ഒരാള് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതാണ് പ്രസംഗം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം ഒരു വലിയൊരു സമൂഹത്തിന് മുൻപിൽ എത്തുകയാണ്. അതാണ് പ്രസംഗത്തിന്റെ രൂപം എന്ന് പറയുന്നത്. പ്രസംഗങ്ങൾ വഴി, പൊതുയോഗങ്ങൾ വഴി, ഗ്രൂപ്പ് ചർച്ചകൾ വഴി അല്ലെ. നമ്മൾ ഗ്രൂപ്പ് ചർച്ചകൾ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുള്ളവരാണ്. അപ്പൊ പലരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായത്തിലെ തെറ്റും ശരിയും വേർതിരിച്ച് നല്ലൊരു ആശയത്തിലോട്ട് എത്തുന്നതിന് ഗ്രൂപ്പ് ചർച്ചകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സഹായിക്കും. അപ്പൊ അതിന് കോൺഫറൻസുകൾ, ടെലിഫോൺ സംസാരം, റേഡിയോ സന്ദേശം എന്നിങ്ങനെ പല രൂപങ്ങളിലാണ് വാക്കാലുള്ള വാർത്താവിനിമയം വരുന്നത്. നെക്സ്റ്റ്, വാക്കാലല്ലാത്ത വാർത്താവിനിമയം ദൃശ്യരൂപത്തിലോ ആംഗ്യരൂപത്തിലോ ആയിരിക്കും. എങ്ങനെയാണ്? ദൃശ്യരൂപത്തിലോ ആംഗ്യരൂപത്തിലോ ആയിരിക്കും. വാക്കാലല്ലാത്ത വാർത്താവിനിമയം ദൃശ്യരൂപത്തിലോ ആംഗ്യരൂപത്തിലോ ആയിരിക്കും. ഇതാണ് വാക്കാലുള്ളതും വാക്കാലല്ലാത്തതുമായിട്ടുള്ള വാർത്താവിനിമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് രണ്ടാണ് വാക്കാലുള്ളതും വാക്കാലല്ലാത്തതുമായിട്ടുള്ള വാർത്താവിനിമയത്തിന്റെ വ്യത്യാസങ്ങള്. ഇനി വാർത്താവിനിമയത്തിന്റെ അർത്ഥം എന്തെന്നും അതിന്റെ പ്രക്രിയ എന്താണെന്ന് വിശദീകരിക്കാമോ? എന്താണ് ഒരു വാർത്താവിനിമയത്തിന്റെ അർത്ഥം? ഇതില് പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ 4 ഘടകങ്ങളാണ് ഒരു വാർത്താവിനിമയത്തിനുള്ളത് അല്ലെ. ഏതൊക്കെയാണ് വാർത്താവിനിമയത്തിന്റെ ഘടകങ്ങള്? ആ വാർത്താവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങള് പ്രേക്ഷകനുണ്ട്, സ്വീകർത്താവുണ്ട്, സന്ദേശമുണ്ട്, പ്രതികരണമുണ്ട്. 4 ഘടകങ്ങൾ ചേരുമ്പോഴാണ് അതൊരു വാർത്താവിനിമയമായിട്ട് മാറുന്നത്.
രണ്ടോ അതിലധികമോ വ്യക്തികൾക്ക് സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ആശയത്തിലൂടെയോ അടയാളത്തിലൂടെയോ ആശയങ്ങൾ, വസ്തുതകൾ, അഭിപ്രായങ്ങൾ, ചിന്തകൾ എന്നിവ പങ്കുവെക്കുന്ന ഒരു പ്രക്രിയയാണ് വാർത്താവിനിമയം. രണ്ടോ അതിലധികമോ വ്യക്തികൾക്ക്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തായാലും വാർത്താവിനിമയം നടത്താൻ സംസാരിക്കാൻ പറ്റില്ല അല്ലെ, അത് ഭ്രാന്താണ് അല്ലെ, ഭ്രാന്താണെന്നല്ല, ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങള് ഷെയർ ചെയ്യാനായിട്ട് പറ്റാണ്ടാവുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ആരുണ്ടെങ്കിലും ഒറ്റക്ക് സംസാരിച്ച് നടക്കുന്നവരുണ്ട് അല്ലെ. അത് അവർ പോലും അറിയാണ്ട് സംസാരിച്ചു പോകുന്നതാണ്. അതൊരിക്കലും വാർത്താവിനിമയമല്ല. പക്ഷേ വാർത്താവിനിമയം എപ്പോഴാണ് ആകുന്നത്, നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേറൊരു വ്യക്തി കൂടി ഉള്ള സമയത്താണ് അതൊരു വാർത്താവിനിമയമായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ടോ അതിലധികമോ വ്യക്തികൾക്ക് സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ആശയത്തിലൂടെയോ അടയാളത്തിലൂടെയോ ആശയങ്ങൾ, അവരുടെ ആശയങ്ങൾ, അപ്പൊ ഈ ഒരു രീതിയിലൂടെയൊക്കെ സംസാരിക്കേ, ഇനി എഴുതിക്കൊടുക്കേ, ഇനി ആശയങ്ങൾ പറയേ, ഇനി അടയാളങ്ങളിൽ കൂടെയൊക്കെ നമ്മുടെ ആശയങ്ങളും വസ്തുതകളും അഭിപ്രായങ്ങളും ചിന്തകളും എല്ലാം ഷെയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ വാർത്താവിനിമയം എന്ന പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വാർത്താവിനിമയത്തിന്റെ പ്രക്രിയയിലെ ഘടകങ്ങളാണ് ആരൊക്കെയാണ്? പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ സന്ദേശം അയക്കുന്ന ആളാണ് ആര്? പ്രേക്ഷകൻ. സന്ദേശം അയക്കുന്ന ആളാണ് പ്രേക്ഷകൻ. സ്വീകർത്താവ് എന്ന് പറയുമ്പോൾ സന്ദേശം സ്വീകരിക്കുന്ന ആളാണ് സ്വീകർത്താവ്. പ്രേക്ഷകൻ സന്ദേശം അയക്കുന്ന ആള്. ഞാനൊരാൾക്ക് സന്ദേശം അയക്കുകയാണെങ്കിൽ ഞാൻ പ്രേക്ഷകനാണ്. ഞാൻ അയക്കുന്ന സന്ദേശം അയാൾ സ്വീകരിക്കുമ്പോൾ അയാൾ സ്വീകർത്താവാണ്. ഈ അയക്കുന്നത് എന്താണോ അതാണ് സന്ദേശം. വാർത്താവിനിമയത്തിന്റെ പ്രതിപാദനം എന്ന് പറയുന്നത് ഞാൻ എന്താണ് അവർക്ക് അയക്കുന്നത് അതാണ് സന്ദേശം. ഇനി അയാൾ തിരിച്ചാൽ ഞാൻ അയക്കുന്നതിന് തരുന്ന സംഭവം ഒരു റിപ്ലൈ ഉണ്ട്, അതാണ് പ്രതികരണം. ഈ 4 ഘടകങ്ങൾ ആണ് വാർത്താവിനിമയത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രക്രിയ. ഇനി നെക്സ്റ്റ്, വിവിധ തരത്തിലുള്ള വാക്കാലല്ലാത്ത വാർത്താവിനിമയ രീതികൾ വ്യക്തമാക്കുക. വാക്കാലല്ലാത്ത വാർത്താവിനിമയ രീതികളാണ്. വാക്കുകൾ കൊണ്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വാക്കുകൾ കൊണ്ടുള്ളത്? പ്രസംഗങ്ങള്, പൊതുയോഗങ്ങള്, കോൺഫറൻസ്, ഗ്രൂപ്പ് ചർച്ചകള്, ടെലിഫോൺ സംസാരം, റേഡിയോ സന്ദേശം എന്നിവയാണ് വാക്കാൽ ഉള്ള വാർത്താവിനിമയം. വാക്കാലുള്ളവയാണ് പ്രസംഗങ്ങള്, പൊതുയോഗങ്ങള്, ഗ്രൂപ്പ് ചർച്ചകൾ, കോൺഫറൻസുകൾ, ടെലിഫോൺ സംസാരം, റേഡിയോ സന്ദേശമുള്ള വാക്കാൽ കൊണ്ടുള്ള വാർത്താവിനിമയം. ഇനി വാക്കാൽ അല്ലാത്ത വാർത്താവിനിമയ രീതികൾ ഏതൊക്കെയാണ്? കത്തുകൾ, ടെലഗ്രാം, പിന്നെ ഏതാണ്? ടെലക്സ്, ഫാക്സ്, ഇമെയിൽ, വോയിസ് മെയിൽ, ഇവയാണ് വാക്കാൽ അല്ലാത്ത വാർത്താവിനിമയ ഉപാധികൾ. ഇതിൽ നമുക്ക് കത്തുകൾ അറിയാം. ഒരു ആശയം നമുക്ക് മറ്റൊരാളോട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ രൂപത്തിലാണ് നമ്മൾ കത്തുകൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെയാണ് കത്തുകൾ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒത്തിരി ടെക്നോളജീസ് ഒക്കെ ഒത്തിരി ഡെവലപ്പ് ആയപ്പോൾ കത്തുകൾക്കെല്ലാം പ്രസക്തി ഇല്ലാണ്ടായി മാറി അല്ലെ. അപ്പൊ എന്നാലും ഒഫീഷ്യലി എപ്പോഴും എന്താണ്, എപ്പോഴും ഒരു പ്രൂഫാണ് എപ്പോഴും കത്ത് എപ്പോഴും ഒരു പ്രൂഫാണ്. ജീവിക്കുന്ന രേഖ എന്നാണ് കത്തുകളെ പറയുന്നത്. കാരണം കത്ത് എന്നും ഒരു പ്രൂഫാണ്. മറ്റു ടെക്നോളജീസ് അഡ്വാൻസ് ആയി വരുന്ന ഒപ്പം വാർത്താവിനിമയോപാധി ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ മായ്ച്ചു കളയാനുള്ള ടെക്നോളജീസും നിലവിലുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയാനുള്ള ടെക്നോളജീസും അതിനോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ എപ്പോഴും ജീവിക്കുന്ന ഒരു രേഖയാണ് എന്ന് പറയുന്നത് കത്തുകൾ എന്ന് പറയുന്നത്. ടെലഗ്രാം എന്ന് പറയുന്നത് വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ സന്ദേശം എത്തിക്കുന്നതിന് തയ്യാറാക്കിയ ഒരു ആശയവിനിമയോപാധിയാണ് ടെലഗ്രാം. വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ പണ്ട് കാലത്തിലെ ടെലഗ്രാം ഒക്കെ വ്യാപകമായിട്ട്, കത്തുകൾ ടെലഗ്രാം ഒക്കെയാണ് അല്ലെ പണ്ട് കാലങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന വാർത്താവിനിമയോപാധിയാണ് അതൊക്കെ. അപ്പൊ അകലെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ സന്ദേശം എത്തിക്കുന്നതിനുള്ള തയ്യാറാക്കിയ തരത്തിലുള്ള ഒരു ആശയവിനിമയോപാധിയാണ് ടെലഗ്രാമിന്. ടെലിഫോൺ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് ടെലിഫോൺ എന്ന് പറയുന്നത്. വാക്കാലുള്ള വാർത്താവിനിമയത്തിന് വ്യാപകമായ രീതിയാണ് ടെലിഫോൺ. രാജ്യത്തിനകത്ത് ദീർഘദൂര വാർത്താവിനിമയം നടത്തുന്നു. നമുക്കറിയാം എസ് സൗകര്യവും അന്താരാഷ്ട്ര വാർത്താവിനിമയത്തിന് ISS സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതാണ്. നമുക്ക് അറിയുന്നതാണ് അല്ലെ. എസ് സൗകര്യം നമുക്ക് നാഷണൽ ലെവലിലും ISS സംവിധാനം നമുക്ക് ഇന്റർനാഷണൽ ലെവലിലൊക്കെ നമ്മൾ ടെലിഫോണുകളിൽ നിന്നും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി ടെലിപ്രിന്റർ എന്ന ടെലിഗ്രാഫിക് ഗവേഷണ യന്ത്രം ഉപയോഗിച്ച്, ടെലക്സിൽ എങ്ങനെയാണ്? ടെലിപ്രിന്റർ എന്ന ടെലിഗ്രാഫിക് ഗവേഷണ യന്ത്രം ഉപയോഗിച്ച് അച്ചടിച്ച് വാർത്താവിനിമയം നടത്തുന്ന രീതിയാണ് ടെലക്സ് എന്ന് പറയുന്നത്. ടെലിപ്രിന്റർ എന്ന ഒരു ടെലിഗ്രാഫിക് ഗവേഷണ യന്ത്രമുണ്ട്. ടെലിപ്രിന്റർ എന്ന ടെലിഗ്രാഫിക് ഗവേഷണ യന്ത്രം ഉപയോഗിച്ച്
അച്ചടിച്ച് വാർത്താവിനിമയം നടത്തുന്ന രീതി. അച്ചടിയാണ് അത് ചെയ്യുന്നത്. അച്ചടിച്ചിട്ട് നമ്മൾ പറയുന്ന നമുക്ക് അയക്കേണ്ട സന്ദേശം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെലിപ്രിന്റർ വഴി അച്ചടിച്ചിട്ടാണ് നമ്മളത് സെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ ടെലക്സ് എന്ന് പറയുന്നത്. ഫാക്സ്, കത്തുകൾ, ഡയഗ്രങ്ങൾ, ഗ്രാഫുകൾ, കുറിപ്പുകൾ, സ്കെച്ചുകൾ തുടങ്ങിയവ കൈകൊണ്ട് എഴുതിയതോ അച്ചടിച്ചതോ ആയ എന്ത് വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഫാക്സ്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു 90s മിക്ക സിനിമകളിലൊക്കെ നമുക്ക് ഫാക്സ് വളരെ ഫാക്സ് നമുക്ക് ഇത് കാണാൻ സാധിക്കും അല്ലെ. പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ആയിട്ട് ഓഫീസിലോട്ട് ഒരു എന്താണ് ഒരു എമർജൻസി ആയിട്ടുള്ള കാര്യം പറയണമെങ്കിൽ ആ ഫാക്സ് വന്നതാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മെയിലാണ്, അന്നത്തെ ഫാക്സ് ആയിട്ടാണ് വന്നിരുന്നത്. ഇമെയിൽ വാർത്താവിനിമയത്തിൽ ഒരു കൂടിയ ആധുനിക രീതിയാണ് മെയിൽ. ഈ മെയിൽ വന്നതോട് കൂടിയാണ് ഫാക്സിന്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു പോയത്. അപ്പൊ ആധുനിക രീതിയാണ് ഇമെയില്. ഈ സംവിധാനത്തിലൂടെ വളരെ കൂടിയ വേഗതയിൽ ദൃശ്യശ്രാവ്യ രൂപത്തിലുള്ള വിവരങ്ങൾ കൈമാറുവാനായിട്ട് സാധിക്കുന്നു. ഇമെയിലിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ദൃശ്യവും ശ്രാവ്യവുമായിട്ടുള്ള കാര്യങ്ങള് കൈമാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇമെയില്. വോയിസ് മെയിൽ, അത് അറിയാം, ടെലിഫോൺ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സന്ദേശം നൽകുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർവൽക്കൃത രീതിയാണ് വോയിസ് മെയിൽ. നെക്സ്റ്റ്, ഇതിന് 12-ാമത്തെയും 13-ാമത്തെയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 15-ാമത് നോക്കാം കേട്ടോ. 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എഴുതിയ സന്ദേശങ്ങൾ ഏറ്റവും വേഗത്തിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള മാർഗം ഇമെയിലാണ്. വിശദീകരിക്കാമോ? എഴുതിയ സന്ദേശങ്ങള് നേരത്തെ പറഞ്ഞത് ശാബ്ദികമായ സന്ദേശങ്ങള് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മാർഗം ടെലിഫോൺ ആണെന്ന് പറഞ്ഞു. എഴുതിയ സന്ദേശങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഇമെയിൽ ആണെന്ന് പറയാം. രണ്ടും രണ്ടാണ്. ടെലിഫോണ് ശാബ്ദികമാണ്, ഇമെയില് എഴുതിയതാണ്. വ്യത്യാസം മാറിപ്പോകരുത്. അപ്പൊ ഇതിൽ എഴുതിയ സന്ദേശങ്ങൾ ഏറ്റവും വേഗത്തിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള മാർഗം ഇമെയിലാണ്. വിശദീകരിക്കുക. ഇമെയിൽ വാർത്താവിനിമയത്തിനുള്ള ഒരു ആധുനിക രീതിയാണ്, അല്ലെ? ഇമെയിൽ വാർത്താവിനിമയത്തിനുള്ള ഒരു ആധുനിക രീതിയാണ്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കത്തുകളോ സന്ദേശങ്ങളോ ചിത്രങ്ങളോ എന്തും മറ്റുള്ളവരുടെ ഇമെയിൽ അക്കൗണ്ടിലോട്ട് അയക്കാവുന്നതാണ്. ഏതൊരു വ്യക്തിക്കും ഇമെയിൽ അക്കൗണ്ട് ഉണ്ടോ ആ വ്യക്തികൾക്ക് പരസ്പരം കാര്യങ്ങള് കൈമാറ്റം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ വേറൊരാൾക്ക്, അതേപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ഇമെയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള എന്താ പറയുന്നത് ലെറ്റേഴ്സോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് മെയിൽ ചെയ്ത് അയക്കാം, അല്ലെ? ഇപ്പൊ നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോ നേരിട്ട് പോയിട്ടല്ല നമ്മൾ ഓഫീസിലല്ല ബയോഡേറ്റ കൊടുക്കുന്നത്, അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, നമുക്ക് ഓരോ ഓഫീസിലും അവരുടേതായിട്ടുള്ള ഇമെയിൽ ഐ ഡി, വെബ്സൈറ്റ് ഉണ്ട്, ഇമെയിൽ ഐ ഡി, വെബ്സൈറ്റ് ഇമെയിൽ ഐ ഡി ഉണ്ട്. അതിൽ കയറിയിട്ട് ആ മെയിൽ ഐ ഡിയിലോട്ട് നമ്മളെ മെയിൽ ഐ ഡിയിൽ നിന്ന് നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടാവണം. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മുടെ ബയോഡാറ്റ ആ ഓഫീസിന്റെ മെയിൽ ഐ ഡിയിലോട്ട് അയച്ച് കഴിയുന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾക്ക് ഉള്ളിൽ തന്നെ അത് അവിടെ എത്തുകയും അവർക്കത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് വായിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യണം. അപ്പൊ ഏറ്റവും പെട്ടെന്നുള്ള ഏറ്റവും വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗം ഇമെയിലാണ്. എഴുതിയ സന്ദേശങ്ങള് സ്വീകർത്താവ് എപ്പോഴാണോ സ്വന്തം ഇമെയിൽ അക്കൗണ്ട് പരിശോധിക്കുക, അതുണ്ട്. ഇമെയിൽ അയച്ചിടുക എന്നുള്ളത് ഏറ്റവും എളുപ്പം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒന്നും അയച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കിട്ടും. പക്ഷെ അയാൾക്ക് അത് വായിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ആ വ്യക്തി ആ ഇമെയിൽ ഐ ഡിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അയാളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഇവിടുന്ന് അയച്ച സാധനങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, പരിശോധിക്കുന്നത്. അപ്പോൾ അയാൾ തന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള സന്ദേശങ്ങൾ അറിയാനായിട്ട് കഴിയുന്നു. ഞാൻ അയച്ച വ്യക്തി അയാളുടെ ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയേക്കുന്ന സന്ദേശത്തിന്റെ കിടക്കുന്നുണ്ടാവും. അത് ഇൻബോക്സ് നോക്കുകയാണെങ്കിൽ അത് വായിക്കാനായിട്ട് സാധിക്കും. ഈ സംവിധാനത്തിലൂടെ വളരെ കൂടിയ വേഗതയിൽ ദൃശ്യശ്രാവ്യ രൂപത്തിലുള്ള വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. ഇനി കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുക എന്നുള്ളത് ആ സ്വീകർത്താവിന്റെ ചോയ്സ് ആണ്. സ്വീകർത്താവിന്റെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയക്കുക എന്നുള്ളത് അവിടെ കിട്ടുക എന്നുള്ളതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുമെങ്കിലും
അത് വായിക്കുക എന്നുള്ളത് സ്വീകർത്താവിന്റെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു കയറ്റുമതിക്കാരനായ നിങ്ങൾ അമേരിക്കയിലെ ഇറക്കുമതിക്കാരന് ഒരു കൊട്ടേഷൻ ശരി പകർപ്പ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് വാർത്താവിനിമയോപാധിയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക? എന്തുകൊണ്ട്? ഒരു കയറ്റുമതിക്കാരനായ നിങ്ങൾ ഏതെങ്കിലും വസ്തു ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പണ്ടെന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയിരുന്നത്? മലഞ്ചരക്കുകളാണ്. ലേലം, കുരുമുളക് പോലുള്ള സംഭവങ്ങൾ ഇവിടുന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നു അല്ലെ? അവിടെ നിന്ന് പകരം നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി, ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത അസംസ്കൃത വസ്തുക്കൾ നമുക്ക് അവർ ഇറക്കുമതി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ കുറച്ച് കുരുമുളക് കയറ്റുമതി ചെയ്യണം വിചാരിക്കുക. അങ്ങനെ അമേരിക്കയിൽ ഇറക്കുമതിക്കാരനെ അതിന് കൊട്ടേഷൻ അയച്ചു കൊടുക്കുകയാണ്. എത്ര കാശാകും? അങ്ങനെ ആ ഒരു എമൗണ്ട് കൊട്ടേഷൻ മീൻസ് എന്താണ്? നമ്മുടെ ആ ഒരു എന്താ ചെലവ്, വരവ് ചെലവ് കണക്കുകൾ, അതിന്റെ ഒരു ചെലവ് കണക്കുകളുണ്ട്. നമ്മുടെ പൈസ എന്തൊരു എമൗണ്ട് ചെലവാകുന്നുള്ള ഒരു കൊട്ടേഷൻ അവിടുത്തെ ആൾക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതാണ്. അതായത് ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാണ് കൊട്ടേഷൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ കൊട്ടേഷൻ നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ശരി പകർപ്പ് എങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുകയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അയച്ചു കൊടുക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ത്? ഫാക്സ്. അപ്പൊ ശരി പകർപ്പ് അയച്ചു കൊടുക്കാൻ ഫാക്സ് എന്ന വാർത്താവിനിമയോപാധിയാണ് സ്വീകരിക്കുക. കാരണം കൈകൊണ്ട് എഴുതിയതോ അച്ചടിച്ചതോ ആയ എന്തും വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഫാക്സ്. നമ്മൾ കൈകൊണ്ട് എഴുതിയതോ അച്ചടിച്ചതോ ആയ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അവർക്ക് എത്തുന്നതിന് സഹായിക്കുന്ന ഒരു വാർത്താവിനിമയോപാധിയാണ് എന്താ? ഫാക്സ്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഈ ഒരു തരത്തിലായിരിക്കും നമുക്ക് ഈ എന്താ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊരു ആപ്ലിക്കേഷൻ മോഡലില് വളഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ മതി ഏത് വാർത്താവിനിമയോപാധിയാണ് നിങ്ങൾക്ക് ശരിയായ പത്രത്തില് കൊടുക്കാൻ, ഏത് വാർത്താവിനിമയോപാധിയാണ് നിങ്ങൾ സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്ന രീതി വേറെയാണ്. ഒരു കയറ്റുമതിക്കാരനായ നിങ്ങൾ അമേരിക്കയിലെ ഇറക്കുമതിക്കാരന് കൊട്ടേഷന് ശരി പകർപ്പ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് വാർത്താവിനിമയോപാധിയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക? ഈ ഒരു രീതിയിലുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 2 തുടങ്ങി 3, 4 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 78. അതില് വിവിധ തരം വാർത്താവിനിമയ മാർഗങ്ങൾ ഏവാന്ന് ചോദിച്ചിട്ടുണ്ട്. വിവിധ തരം വാർത്താവിനിമയ മാർഗങ്ങൾ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാക്കാലല്ലാത്ത വാർത്താവിനിമയം, യാതൊരുവിധ വാക്കുകളും ഉപയോഗിക്കാതെയുള്ള വാർത്താവിനിമയമാണ് വാക്കാലല്ലാത്ത വാർത്താവിനിമയം. വാക്കാലുള്ള വാർത്താവിനിമയം, ശാബ്ദിക വാർത്താവിനിമയം, ലിഖിത വാർത്താവിനിമയം, ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയം, ശ്രവണ രൂപത്തിലുള്ള വാർത്താവിനിമയം, ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം. ഇതാണ് വിവിധ തരത്തിലുള്ള വാർത്താവിനിമയ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ വിശദീകരിക്കുക. അതായത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും കൂടി എഴുതേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് വിവിധതര വാർത്താവിനിമയ മാർഗങ്ങൾ? എന്തൊക്കെയാണ്? വാക്കാലല്ലാത്ത വാർത്താവിനിമയം, യാതൊരുവിധ വാക്കുകളും ഉപയോഗിക്കാതെയുള്ള വാർത്താവിനിമയമാണിത്. ഈ വാക്കാലുള്ള വാർത്താവിനിമയമുണ്ട്, അതിന് ശാബ്ദിക വാർത്താവിനിമയമുണ്ട്, സംസാരത്തിലൂടെ വാക്കുകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയം, നേരത്തെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചാറ്റ്, റേഡിയോ സന്ദേശം, ടെലിഫോൺ, അതുപോലെയുള്ളത്. ലിഖിത വാർത്താവിനിമയം, നമ്മുടെ കൈകൊണ്ട് എഴുതിയത് അച്ചടിച്ചതായ കാര്യങ്ങളാണ് ലിഖിത വാർത്താവിനിമയം. ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയം, ചിത്രങ്ങൾ, ഗ്രാഫുകൾ, ഡയഗ്രാം എന്നിവയിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയം എന്ന് പറയാം. വിശ്രവണ രൂപത്തിലുള്ള വാർത്താവിനിമയമുണ്ട്, ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയമുണ്ട്. ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെയും കൈകളുടെയും ചലനങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്ന വാർത്താവിനിമയമാണിത് ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം. ഇതാണ് വിവിധ തരത്തിലുള്ള വാർത്താവിനിമയ മാർഗങ്ങൾ. നെക്സ്റ്റ്, വിവിധ തരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികൾ എന്തെല്ലാം? ഈ ഉപാധികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ഉപാധികൾ? കത്തുകളുണ്ട്, ടെലിഗ്രാം ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, ടെലക്സ് ഉണ്ട്, ഫാക്സ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, വോയിസ് മെയിൽ ഉണ്ട്, ടെലികോൺഫറൻസിംഗ് ഉണ്ട്, ഓഡിയോ കോൺഫറൻസിംഗ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഓൾറെഡി കത്തുകളെ പറ്റി പറഞ്ഞു, ടെലിഗ്രാമിനെ പറ്റി പറഞ്ഞു, ടെലിഫോണിനെ പറ്റി പറഞ്ഞു, ടെലക്സിനെ പറ്റി പറഞ്ഞു, ഫാക്സിനെ പറ്റി പറഞ്ഞു, ഇമെയിൽ പറഞ്ഞു, വോയിസ് മെയിൽ പറഞ്ഞു. ടെലികോൺഫറൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ടെലികോൺഫറൻസ് ഭൂമിശാസ്ത്രപരമായി ചിതറിക്കിടക്കുന്ന ആളുകൾക്കിടയിലുള്ള തത്സമയ സംവിധാനാത്മകമായ ഓഡിയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീറ്റിംഗ് ആണിത്.
ഇവിടെ പങ്കെടുക്കുന്നവർ അവരുടെ ടാബ്ലറ്റുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കിയ മീറ്റിംഗ് റൂമുകൾ എന്നിവ ഉപയോഗിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വഴി ആശയവിനിമയം നടത്തുന്നത്. ടെലികോൺഫറൻസിംഗ് എന്ന് പറയുമ്പോൾ പല സ്ഥലത്തുള്ള ആളുകളായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഉള്ള ആളുകളാണ്. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കൂടുന്നില്ലേ? ഇതൊക്കെയാണ് ടെലികോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓഡിയോ കോൺഫറൻസിംഗ്. രണ്ടോ അതിലധികമോ ആളുകൾ ഒരു ഓഡിയോ കോളിലൂടെ സന്ദേശങ്ങൾ കൈമാറും. ഓഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിട്ടല്ലാണ്ട് ഓഡിയോ, അതിന് ദൃശ്യമില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓഡിയോ കോൺഫറൻസിംഗ് മീൻസ് രണ്ടോ അതിലധികം ആളുകൾ ഒരു ഓഡിയോ കോളിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനെയാണ്. അതും ഒരു കോൺഫറൻസ് പോലെ തന്നെ എന്താണ്, എല്ലാവരും ഉണ്ടാകും, നമുക്ക് വോയിസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഓഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് തപാൽ കൊറിയർ സേവനമാണ്. അധ്യായം 8 വരുന്ന തപാൽ കൊറിയർ സേവനമാണ്. പക്ഷെ ആ ചാപ്റ്റർ നമുക്ക് ടെർമിനൽ എക്സാമിനേഷന് മാർക്കിൽ വരുന്നില്ല. അതിൽ 40% മാർക്കാണ് ടെർമിനൽ എക്സാമിനേഷൻ വരുന്നത്. അത് അസൈൻമെന്റ് ഭാഗമാണ്. തപാൽ കൊറിയർ സേവനം എന്ന് പറയുന്നത് അസൈൻമെന്റ് ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയ 9th ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കാനുള്ളത്. 8th ചാപ്റ്റർ നമുക്ക് അസൈൻമെന്റ് വരുന്നതാണ്. 9th ചാപ്റ്റർ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അതാണ് 9th ചാപ്റ്റർ, ബാങ്കിങ് സേവനങ്ങൾ. പേജ് നമ്പർ 91 ബാങ്കിങ് സേവനങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് എടുക്കാനുള്ളത്. മറ്റേ അസൈൻമെന്റിന്റെ ഭാഗമാണ്. അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ളൂ. പേജ് നമ്പർ 91 ഒരു 2 minutes. ഓക്കെ, ഇപ്പൊ വരാം. ഓക്കെ, അധ്യായം 9 പേജ് നമ്പർ 91 ആണ്. ബാങ്കിങ്ങിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ബാങ്കിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബാങ്കിൽ പോവാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും പോയിട്ടില്ലേ ബാങ്കിലൊക്കെ? അപ്പൊ ബാങ്കിങ് സേവനങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ബാങ്കിങ് സേവനങ്ങളെ പറ്റിയാണ്. എന്താണ് ബാങ്ക്? എന്താണ് ബാങ്ക് എന്ന് പറയാൻ? എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരുല്ലേ പറയേ? ഓക്കെ, ബാങ്ക് എന്ന പദത്തെ നിർവചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബാങ്ക്? ബാങ്കിനെ പറ്റിയും ബാങ്ക് നൽകുന്ന സേവനങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അത് പലിശ സഹിതം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകുകയും ആവശ്യക്കാർക്ക് വായ്പ നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. അല്ലെ? ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളിൽ നിന്ന് അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. ആ നിക്ഷേപങ്ങൾക്ക് എന്ത് ചെയ്യും? എത്ര കാലത്തേക്കാണോ നിക്ഷേപിക്കുന്നത് അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു പലിശ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ടാകും. ആ നിശ്ചയിച്ച ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ടിന് ഒരു പലിശ നിരക്ക് പറഞ്ഞുകൊണ്ട് ഈ നിക്ഷേപകൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ പൈസ തിരിച്ച് ആർക്ക് കൊടുക്കും?
നിക്ഷേപകര് കൊടുക്കും. വിത്ത് എന്തുണ്ടാകും? പലിശ കൂടി ഉണ്ടാകും. ഇപ്പൊ 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്ര പെർസെന്റേജ് എന്ന് പറയും. ഓരോ മാസത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്ര പെർസെന്റേജ് ആണെന്ന് പറയും. ഇത്ര കാലത്തേക്കാണ് ആ വ്യക്തി അത് 2 വർഷത്തേക്കോ, ഒരു 3 വർഷത്തേക്കോ, 4 വർഷത്തേക്കോ, എത്ര വർഷത്തേക്കും ആട്ടെ, എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് റേറ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ വ്യക്തിനെ കൊണ്ട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിയുമ്പോൾ ആ വ്യക്തി ആ പൈസ, താൻ നിക്ഷേപിച്ച പൈസ തിരിച്ചാവശ്യപ്പെടുമ്പോൾ ബാങ്ക് എന്ത് കൊടുക്കും? 5 ലക്ഷം പ്ലസ് 5 വർഷത്തെ അഞ്ച് വർഷത്തെ പലിശ, അദ്ദേഹം നിക്ഷേപിച്ച എമൗണ്ടിന്റെ പലിശ കൂടി കൊടുക്കും. അപ്പൊ ഒരു പക്ഷെ എന്തുണ്ടാകും? 5 ലക്ഷം എന്നുള്ളത് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് അതിനനുസരിച്ച് എന്താകും? ഒരു പക്ഷെ 5 ലക്ഷം എന്ന് 6 ലക്ഷമാകാം, അല്ലെങ്കിൽ 6 ലക്ഷമാകാം, 7 ലക്ഷമാകാം, അല്ലെ? അപ്പൊ നിക്ഷേപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്? അദ്ദേഹത്തിന്റെ പണം എവിടെയും പോയിട്ടില്ല. ഇട്ട പണത്തിനേക്കാളും കൂടിയ ഒരു എമൗണ്ട് ആണ് അദ്ദേഹത്തിന് 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ തിരികെ കിട്ടിയേക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പണം കൊണ്ട്, നമ്മൾ നിക്ഷേപിച്ച പണം കൊണ്ട് ബാങ്കിന് എന്ത് ചെയ്യാൻ സാധിക്കും? ബാങ്കിന് അത് വായ്പ കൊടുക്കാൻ സാധിക്കും. ബാങ്കിൽ വന്ന് വായ്പ ആവശ്യപ്പെടുന്നവർക്ക് ആ വായ്പ കൊടുക്കാനായിട്ട് സാധിക്കും. വായ്പ കൊടുക്കുമ്പോൾ ബാങ്ക് ഈ വായ്പ കൊടുക്കുന്നവരോടും എന്ത് പറയും? പലിശ ആവശ്യപ്പെടും. ഇത്ര പൈസ ഞങ്ങൾ തരാം. 5 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി ആവശ്യപ്പെടുന്നതെങ്കിൽ ബാങ്ക് 5 ലക്ഷം രൂപ വ്യക്തി കൊടുക്കും. ഈടുകളൊക്കെ വെച്ച് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പണയമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. ലോൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. പക്ഷെ എന്തുണ്ട് ചെയ്യുമ്പോൾ ആ ബാങ്ക് ആ വ്യക്തിയോട് ഓരോ മാസത്തിലും പലിശ ആവശ്യപ്പെടും. പൈസ നമുക്ക് അത്യാവശ്യത്തെ പൈസ, നമ്മുടെ കാര്യം നിറവേറും, അത്യാവശ്യമുള്ള കാശ് നമുക്ക് കിട്ടും, നമ്മുടെ കാര്യം നടക്കും. പക്ഷേ ഓരോ മാസത്തിനും ആ വ്യക്തിയിൽ നിന്ന് ബാങ്ക് പൈസ പലിശ ആവശ്യപ്പെടും. ഈ പലിശയും വരുന്ന പലിശയാണ് മറ്റു വ്യക്തികൾക്ക് അവരുടെ ഇൻട്രസ്റ്റിംഗ് എമൗണ്ട് ആയിട്ട് തിരിച്ചു വരുമ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ പൈസ അല്ല, അത് റോളിംഗ് ഉണ്ട്, ഇത്തിരി റോളിംഗ് ബാങ്കിങ്ങിൽ നടക്കുന്നുണ്ട്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് പലിശയുണ്ട്, ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നതിനെ കടം വാങ്ങിക്കുന്നതിന് പലിശയുണ്ട്. ഇതാണ് ബാങ്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അത് പലിശ സഹിതം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകുകയും ആവശ്യക്കാർക്ക് വായ്പ നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബാങ്കിങ് എന്നതുകൊണ്ട് എന്താണ് ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലും വായ്പകൾ അനുവദിക്കലും ഉൾപ്പെടുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ അനുവദിക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ആണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതില് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നിവയുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് സഹായകരമായ സേവനങ്ങൾ നൽകുക വഴിയും പണം നൽകുക വഴിയും ബാങ്കിങ് വ്യാപാര പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു. എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് സഹായകരമായ സേവനങ്ങൾ നൽകുക വഴിയും പണം നൽകുക വഴിയും ബാങ്കിങ് വ്യാപാര പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു. കച്ചവടത്തിന്റെ ഒരു അനുബന്ധ സേവനമാണ് ബാങ്കിങ്. അപ്പൊ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് സഹായകരമായ സേവനങ്ങൾ നൽകുക വഴിയും പണം നൽകുക വഴിയും ബാങ്കിങ് വ്യാപാര പ്രവർത്തനങ്ങളെ സുഗമമാക്കും. ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് ആവുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായൊരു അവരുടെ ആ ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ, ഇപ്പൊ കുറച്ച് പണം ഇല്ല കയ്യില്, അവരുടെ കച്ചവടത്തിന് സാധനങ്ങൾ എടുക്കാൻ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ഇതില്ലെങ്കിൽ അവർക്ക് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതും ബാങ്കിങ്ങിൽ തന്നെയാണ്. അപ്പൊ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് സഹായകരമായ സേവനങ്ങൾ നൽകുക വഴിയും പണം നൽകുക വഴിയും, അല്ല അത്യാവശ്യം വരുമ്പോൾ പണം നൽകുന്നുണ്ട്, പണം നൽകും. പിന്നെ അതിന് ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഒരു കച്ചവടക്കാർക്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്താനും എപ്പോ വേണമെങ്കിലും പണം പിൻവലിക്കാനും എത്ര വേണമെങ്കിലും പണം പിൻവലിക്കാനുമുള്ള ഒരു സ്കീമൊക്കെ ബാങ്കിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ബാങ്കിങ്ങിന്റെ അവരെ എടുത്തു പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് സഹായകരമായ സേവനങ്ങൾ നൽകുക വഴിയും പണം നൽകുക വഴിയും ബാങ്കിങ് വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നു. കച്ചവടത്തിന്റെ ഒരു അനുബന്ധ
സേവനമാണ് ബാങ്കിങ്. ഓക്കെ. ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖല, വാണിജ്യ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ എന്നിവയ്ക്ക് രണ്ട് വിധ ഉദാഹരണങ്ങൾ എഴുതുക. എന്താണ് സ്വകാര്യ മേഖല, ബാങ്ക്, വാണിജ്യ ബാങ്ക്? സ്വകാര്യ മേഖല, വാണിജ്യ ബാങ്ക്. വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത് പലിശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും പലിശ മീൻസ് കടം കൊടുക്കുകയും ചെയ്യുന്ന ബാങ്ക്. കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പണം കടം കൊടുക്കുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുക, അതാണ് വാണിജ്യ ബാങ്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ബാങ്കുകൾ സ്വകാര്യ മേഖലയിലുണ്ട്. വിദേശ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ വിദേശ ബാങ്കുകളുണ്ട്. അതൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ സ്വകാര്യ മേഖല, വാണിജ്യ ബാങ്ക് എന്ന് പറയുമ്പോൾ ICICI ബാങ്ക്, നോർത്ത് കൃഷ്ണ ബാങ്ക് എന്താണ് സ്വകാര്യ മേഖല വാണിജ്യ ബാങ്കാണ്. ICICI ബാങ്ക് ഇത് അങ്ങനെ തന്നെ പഠിച്ചിട്ടാൽ മതി. അതിന് ഉദാഹരണം ഇന്ന ICICI ബാങ്ക് ഇന്ന ബാങ്കിന് ഉദാഹരണമാണ് ചോദിക്കുമ്പോൾ അത് സ്വകാര്യ മേഖല എന്നായിക്കൊള്ളാണ് വരുന്നത്. അപ്പോൾ ICICI ബാങ്ക് സ്വകാര്യ മേഖല വാണിജ്യ ബാങ്കുകൾ, ICICI ബാങ്ക് ഉണ്ട്, നോർത്ത് കൃഷ്ണ ബാങ്ക് ഉണ്ട് എന്ന് പഠിച്ച. വിദേശ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്. സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്. സിറ്റി ബാങ്കും അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കുമാണ് വിദേശ ബാങ്കിന് ഉദാഹരണം. അപ്പൊ സിറ്റി ബാങ്ക് ഡാഷ് ബാങ്കിന് ഉദാഹരണമാണ്, അപ്പൊ വിദേശ ബാങ്കിന് ഉദാഹരണമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദേശ ബാങ്കുകൾക്ക് ഉദാഹരണം രണ്ടെണ്ണം എഴുതുക. അപ്പൊ അതിന്റെ എഴുതാ സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്. അല്ലെങ്കിൽ ചോദിക്കുന്നവരോട് സ്വകാര്യ മേഖല വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയാണ് ചോദിക്കും. ICICI കൊടുത്തിട്ടുണ്ടാവും, ലോർത്ത് കൃഷ്ണ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, സിറ്റി ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന് ശരിയായ ആൻസർ ചൂസ് ചെയ്യണം. അങ്ങനെയായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ്, ബാങ്കിന്റെ ഇടപാടുകാർക്ക് ക്രെഡിറ്റ് കാർഡിലൂടെ ലഭ്യമാക്കുന്ന സൗകര്യമുണ്ട്. എന്താണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം? പണം കയ്യിൽ കൊണ്ടു നടക്കാതെ കാർഡുകൾ ഉപയോഗിച്ച് ഇടപാടുകാർക്ക് സാധനങ്ങൾ വാങ്ങിയതിനുള്ള പണം അടക്കാവുന്നതാണ്. നമുക്ക് കാർഡുകൾ വഴി നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും കാർഡ്, ബാങ്കിൽ നിന്നൊക്കെ ഒരു കാർഡ് തരും അല്ലെ. അത് എന്തുകൊണ്ടാണ് ബാങ്ക് വെറുതെ ഒരു കാർഡ് തന്നെയല്ല, നമ്മളവിടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെയും നമ്മുടെ ആ ഒരു വരവ് ചെലവ് ബാങ്കിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. കാരണം നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാശ് എടുത്താലും നമ്മളടുത്ത ശമ്പളം പോകുന്നത്, നമ്മുടെ കാശ് പിന്നെ അടുത്ത വരുന്നതും അവരുടെ അക്കൗണ്ടിലോട്ടാണ്. അപ്പൊ അവർ അതിന്ന് പിൻവലിക്കും. അതാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ജോലിക്കാരെ കയ്യിലൊക്കെ മിക്കപ്പോഴും ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. അപ്പൊ അവർക്കറിയാം എന്താണ് അവരുടെ അടുത്ത മാസം ശമ്പളം ഇപ്പൊ എനിക്ക് ഒരു 50,000 രൂപയുടെ ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മള് കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ പൈസ അതിൽ കൂടുതൽ പിൻവലിക്കാം. കാരണം എന്താണ്, എക്സ് സാലറി കയറുമ്പോൾ ബാങ്ക് ആ പണം അവിടെ പിടിക്കും. അതാണ് ബാങ്കിലെ ഇടപാടുകാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാക്കുന്ന സൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഇനി എന്താണ് രൊക്കം കടം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? രൊക്കം കടം ടോട്ടൽ ഡെബിറ്റ് അല്ലെ. ടോട്ടൽ ഡെബിറ്റ് എന്താണ്? ഒരു നിശ്ചിത പരിധി വരെ തുക പിൻവലിക്കുന്നതിന് കടക്കാരനെ അനുവദിക്കുന്ന തരത്തിൽ ബാങ്ക് നടത്തി വരുന്ന സംവിധാനമാണ് രൊക്കം കടം. നമുക്ക് ഇത്ര കാർഡ് ഉപയോഗിച്ച് ഇത്ര തുക വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ സാധിക്കും. അതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് രൊക്കം കടം എന്ന് പറയുന്നത്. ഇത്ര തുക വരെ നമുക്ക് ആ കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാൻ സാധിക്കും. ഈ വികസന ബാങ്കുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം? എന്താണ് വികസന ബാങ്കുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങള്? യന്ത്ര സാമഗ്രികളും മറ്റുപകരണങ്ങളും വാങ്ങുക, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക, വ്യാപാര വികസനം സാധ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മധ്യകാല ദീർഘകാല മൂലധനത്തിന്റെ നിക്ഷേപം വ്യാപാര സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യണം. ആ ഫേം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മൂലധനം ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള പണം ആര് കൊടുക്കും? ബാങ്ക് കൊടുക്കും. ഈ ബാങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ചിലപ്പോൾ ഹ്രസ്വകാലം മീൻസ് വളരെ ചെറിയൊരു കാലാവധിക്കുള്ള ഒരു പരിധി വെച്ചായിരിക്കും എമൗണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ദീർഘകാല എന്ത് കൊടുക്കും? അവധി കൊടുക്കും. ഇത്ര വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർത്താൽ മതി, ഇത്ര എമൗണ്ട് ഇത്ര വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ദീർഘകാല രീതിയിലുള്ള മൂലധന നിക്ഷേപത്തിനുള്ള സഹായങ്ങളും ചെയ്ത് കൊടുക്കും. അപ്പൊ അവരെ സംബന്ധിച്ച്, ആ കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യാം? ഈ പൈസ ഉപയോഗിച്ച് യന്ത്രസാമഗ്രികൾ വാങ്ങിക്കാം, മറ്റു ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കാം. പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് അതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് വികസന പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു ബാങ്കിങ്ങിനെയാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നപ്പോ ഇത്രയൊക്കെ മതി.
ഇനി നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു, വെൽക്കം.